ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ സ്പേസ് ലാഭിക്കാനും അതുവഴിക്ക് പണവും നമ്മുടെ സമയവും സേവ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന പാത്രങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പണവും സമയവും ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പാചകം ചെയ്യുമ്പോൾ അതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ അത്യാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിയുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് കട്ടിയുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാചകം ചെയ്യാം. മാത്രമല്ല വേറെ ഹെൽത്തിനോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, കാരണം ഇതിന് കോട്ടിങ്ങോ ഒന്നും ഇല്ലല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പോലെ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പുട്ട് മേക്കറാണ് ഇപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാത്രമാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് നാൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനിന് പ്രത്യേകത കൊണ്ടും നല്ല ഫാസ്റ്റായിട്ട് കുക്കിംഗ് ഹെൽപ്പ് ചെയ്യും. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടെത്തുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ പാചകത്തിനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പുട്ടുകുട ഉണ്ടല്ലോ, അതിൻ്റെ വായവട്ടം അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്കത് വെള്ളം ഒഴിക്കാനായാലും ക്ലീനിങ്ങിനായാലും ഒക്കെ നല്ല എളുപ്പമായിട്ട് പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ പുട്ടുണ്ടാക്കുന്ന ആ പുട്ടിൻ്റെ ഹോൾഡർ വെക്കുന്ന സമയത്ത് ആ ഒരു പുട്ടിൻ്റെ ഹോൾഡറിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ലിഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ പുട്ടുകുടത്തിൽ അവിടുന്ന് ചൂടാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ തന്നെ പുട്ട് എടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ പുട്ടുകുടം കഴുകാനായാലും വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. പഴയ അതേ തിളക്കത്തോടു കൂടി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷൻ സ്റ്റൗവിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിന് വാങ്ങുന്ന സമയത്ത് കുറച്ച് വിലയുണ്ടാവും മറ്റ് പാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പക്ഷേ ഒരുപാട് നാളത്തേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് കോഡും ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. പലതരത്തിലുള്ള ഓയിലിൻ്റെ ക്യാനുകൾ വരുന്നുണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓയിലിൻ്റെ ക്യാനാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ പല മോഡലിലുള്ള ഓയിൽ ക്യാനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചിരുന്നു, പിന്നീട് ഗ്ലാസ് ആക്കി. പക്ഷെ അതിലും ഒക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. കാരണം ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇതിൻ്റെ ലിഡ് വരുന്നത് സിലിക്കോൺ മെറ്റീരിയലാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, ഇത് 1 ലിറ്ററിൻ്റെ 1.1 ലിറ്ററിൻ്റെ ഒരു ജാറാണ് വരണത്. അതായത് നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു ഓയിലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൽ കൊള്ളും. കുറച്ചുകൂടി എക്സ്ട്രാ സ്ഥലം കൂടി അതിലുണ്ടാവും. ചില ബോട്ടിൽസ് വളരെ ചെറുതായിരിക്കും, ഓയിൽ ഫുള്ളായിട്ട് അതിൽ കൊള്ളില്ല, വളരെ കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ. ബാലൻസ് നമ്മൾ പിന്നെ ആ പാക്കറ്റ് മാറ്റി വയ്ക്കണം. ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. 1 ലിറ്റർ കറക്റ്റ് 1 ലിറ്ററും അതിൽ കുറച്ച് കൂടുതലും ഇതിൽ കൊള്ളും. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിഡ് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ലിഡാണ്. പിന്നെ ആകെ ഒരു കാര്യമുള്ളത്, ഓയിൽ എത്രത്തോളം ഇതിൽ കഴിയാറായി എന്ന് കാണാനായിട്ട് നമുക്കിതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരേ കളറുള്ള ലിഡുള്ള ബോട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഓയിലാണ് നമ്മളതിൽ വെച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ തന്നെ പല കളറുള്ള ലിഡ് കിട്ടുന്നുണ്ട് കേട്ടോ, റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ബ്ലാക്ക് തന്നെയാണ് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എഴുതി ഇതുപോലെ ഒരു ലേബിൾ ഒട്ടിച്ചു, അതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു, അല്ലെങ്കിൽ ഓയിലായി കഴിയുമ്പോൾ പിന്നെ അത് മാഞ്ഞു പോകാതിരിക്കാൻ അതുപോലെ ഇങ്ങനെ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ ഒരുപാട് ഹെയർ ക്ലിപ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ അവരതൊന്നും സൂക്ഷിച്ച് വെക്കില്ല, അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് മിസ്സാക്കി കളയും. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസറാണ് ഈ ഒരു ഹെയർ ക്ലിപ്പ് വെക്കുന്ന ഈ ഒരു ഓർഗനൈസർ കേട്ടോ. ഇതൊരു ലൈറ്റ് പീച്ച് കളറിലാണ് വരുന്നത്. ഒരു കട്ടിയുള്ളൊരു തുണീൻ്റെ മെറ്റീരിയലാണ്, ഒരു ടൈപ്പ് ഫെൽറ്റ് പോലത്തെ ഒരു തുണിയാണ്. ഇതിൽ 3 സ്റ്റെപ്പായിട്ട് 3 ലെയറായിട്ട് നമുക്ക് ക്ലിപ്സ് അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ തന്നെ 2 ലെയറുള്ളത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പ് ഉള്ളെങ്കിൽ അതിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ ചെറിയൊരു സ്ട്രിപ്പും ഉണ്ട്, വീതി കൂടിയ സ്ട്രിപ്പുകളും വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ക്ലിപ്പിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്കതിൽ ക്ലിപ്പുകൾ ഈസി ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആയാലും മക്കളുടെ ആയാലും ക്ലിപ്സും റബ്ബർ ബാൻഡ്സ് ഹെയർ ബാൻഡ് ഇതൊക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതും വളരെ കുറഞ്ഞ സ്ഥലത്ത് ചുമരിൽ നമുക്കിത് ഹാങ് ചെയ്തതുപോലെ വെക്കാം. വളരെ കുറഞ്ഞ സ്പേസ് എടുക്കുള്ളൂ. മാത്രമല്ല കാണാൻ നല്ല രസമുണ്ട് ഇതിൽ ഇങ്ങനെ ബോ കുത്തി വെക്കുമ്പോൾ കാണാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവർ കുഞ്ഞിലെ തൊട്ട് യൂസ് ചെയ്തതും വലിയ ബോവും ഒക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴുള്ള ബോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്നിരുന്നാലും ഇതുപോലെ ഒരു സ്പേസിൽ അത് ഒതുക്കി വെച്ചപ്പോഴാണ് അത് കുറച്ചും കൂടി വൃത്തിയായത്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ഹോൾഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബാംഗിൾസോ ബ്രേസ്ലെറ്റോ ഒക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹെയർ ബാൻഡ് ക്ലിപ്സ് വലുതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുമ്പോൾ ഹാങ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ ഒരു ഓർഗനൈസർ നമ്മൾ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നല്ലതായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു ഓർഗനൈസറാണ്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ ചെയ്യാം, പക്ഷേ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ക്വാളിറ്റിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണാനും കുറച്ചും കൂടി ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോർണറിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു കാര്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ലിവിങ് റൂമിലെ ഡൈനിങ് ഏരിയയിലൊക്കെ വെളിച്ചം വളരെ കുറവാണ്, സൺലൈറ്റ് അധികം അകത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നെറ്റിൻ്റെ കേർട്ടൻസ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നെറ്റ് കേർട്ടൻ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ ക്ലിയർ ഗ്ലാസ് ആണെങ്കിൽ അതിൽ കൂടെ പെട്ടെന്ന് അകത്തോട്ടെല്ലാം കാണും. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഒന്നെങ്കിൽ വിൻഡോയുടെ ഗ്ലാസ് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അല്ലാത്ത ജനലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2 നെറ്റിൻ്റെ കേർട്ടൻ ഒന്നിച്ചാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അകത്തോട്ട് കാണില്ല, എന്നാൽ അത്യാവശ്യം പുറത്തുനിന്നുള്ള വെളിച്ചം അകത്തോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു ക്രീം ഷെയ്ഡുള്ളതും ഒരു യെല്ലോ കളർ കേർട്ടനാണ് ഒന്നിച്ചാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചം വരുന്നുണ്ടായിരുന്നു, മാത്രമല്ല അകത്തോട്ട് വല്ലാതെ അങ്ങനെ കാണുന്ന പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കട്ടിയുള്ള കർട്ടൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കട്ടിയുള്ള കർട്ടന് അങ്ങനത്തെ ഏരിയാസിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലും കട്ടിയുള്ള കർട്ടൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം കട്ടിയുള്ളൊരു കർട്ടനാണ് വരുന്നത്, അത്യാവശ്യം വെളിച്ചം ഉള്ളിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ കർട്ടൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെളിച്ചം എത്രത്തോളം വേണമെന്നനുസരിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള സ്റ്റോറേജ് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോഡൽ സ്റ്റോറേജ് ബോക്സാണ്. ഇതിനൊരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിഡ് തുറക്കാനും അടയ്ക്കാനും വളരെ എളുപ്പമാണ്. സാധാരണ ഒരു ബോക്സിൻ്റെ ലിഡ് പോലെ വളരെ അമർത്തി വെച്ച് അടയ്ക്കുന്ന മോഡലല്ല കേട്ടോ. അങ്ങനത്തെ പർപ്പസിന് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഇതിന് വർക്കൗട്ട് ആവില്ല. പക്ഷേ നിങ്ങൾ ഡെയിലി എടുക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് നന്നായി ഒതുങ്ങിയിരിക്കണം, അത് കാണുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു ഫീൽ ഇല്ലാതെ ഓർഗനൈസ് ആയിട്ട് ഇരിക്കാൻ ഈ ഒരു ബോക്സ് ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു ഹാൻഡിലുണ്ട്, അതുകൊണ്ട് നമുക്ക് എടുത്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ്. മാത്രമല്ല ഇതിൻ്റെ ഷേപ്പുമ്പോൾ കുറേ ഡിസൈനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊരു കോർണറിലെ സ്പേസ് നഷ്ടപ്പെടാതെ നീറ്റായിട്ട് അതൊരു കോർണർ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പിന്നെ ഓരോ ബോക്സിൻ്റെ മുകളിലായിട്ട് ഓരോ ബോക്സ് നമുക്ക് അടുക്കി വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഞാൻ സാധാരണ മരുന്നുകളും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് ഇതിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബോക്സിൻ്റെ മുകളിൽ ലേബിൾ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് അതിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒതുക്കി വെക്കാൻ, നീറ്റായിട്ട് ലുക്ക് നൽകാനും ഇതുപോലത്തെ ബോക്സ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അക്രിലിക് ഓർഗനൈസേഴ്സ് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ക്ലിയർ ആയിട്ടുള്ള ഓർഗനൈസറാണ്, ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നന്നായി കാണാൻ പറ്റും. പക്ഷെ ഇത് വളരെ ചെറുതാണ്, ചെറിയ ചെറിയ ഐറ്റംസ് ഒതുക്കാനാണ് ഇത് യൂസ്ഫുൾ. അപ്പോൾ ഒരു കോർണറിലൊക്കെ നമുക്കിത് ടേബിൾ മേ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലൊക്കെ വെക്കുകയാണെങ്കിൽ മേക്കപ്പ് ഐറ്റംസോ സ്റ്റേഷനറി ഐറ്റംസോ ചെറിയ ചെറിയ അല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസോ ഒക്കെ നമുക്ക് ഇതിൽ ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് ഒതുക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേകത, നല്ല ക്യൂട്ടായിട്ടുള്ളത് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെച്ചാൽ ടേബിൾ മേ അതിരിക്കുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അളവിൽ അത് ഫിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഇതിൽ കൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അളവുകൾ അതനുസരിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യാറുള്ളത് സ്റ്റേഷനറി ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫൗണ്ടേഷൻ ആയാലും കോമ്പാക്ട് പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം തന്നെ ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്രസ്സിങ് ഏരിയയിൽ വെക്കുമ്പോൾ വളരെ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഐറ്റംസ് ഇതുപോലത്തെ ഒതുക്കി വെക്കുകയും ചെയ്യാം. കാണാൻ നല്ലൊരു നീറ്റ് ലുക്ക് ഈ ഒരു ഓർഗനൈസർ നൽകുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ അക്രിലിക് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തിളക്കം ആദ്യത്തെക്കാട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അതിൻ്റെ ഉപയോഗം അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പച്ചക്കറികളൊക്കെ വാങ്ങി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് കേടുവന്നു പോയാൽ നമ്മൾ വാങ്ങിയതിൻ്റെ ആ ഒരു പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റിൻ്റെ ബാഗുകളിലാണ് ഞാൻ ഇതുപോലെയുള്ള പച്ചക്കറികൾ, അതായത് ഇപ്പോൾ കുക്കുംബറോ അല്ലെങ്കിൽ വെള്ളരിക്കയോ അങ്ങനെയുള്ള വലിയ വലിയ പച്ചക്കറികളൊക്കെ വെക്കാനായിട്ട് ഇതുപോലത്തെ നെറ്റ് ബാഗുകളാണ്. അത് വളരെ വിലക്കുറവിൽ 12 എണ്ണത്തിൻ്റെ പാക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. തുണിയുടെ മോഡൽ ബാഗും അങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില പച്ചക്കറികൾ അതിൽ വെച്ചാൽ അത് വാടി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ മോഡൽ ബോക്സുകൾ. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഈ ബോക്സുകളുടെ ഉള്ളിൽ ഒരു വൈറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ നമ്മൾ അത് വെച്ച് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ഈർപ്പം, അതായത് വെള്ളം പോലെയുള്ള അംശം സെപ്പറേറ്റ് ആയിട്ട് ആ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ കേടുകൂടാതെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഒരു 10 ദിവസമൊക്കെ സുഖമായിട്ട് പച്ചക്കറികൾ കേടുകൂടാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ആകെ എനിക്കൊരു പ്രോബ്ലം തോന്നിയത് ഇതുപോലെയുള്ള പച്ചക്കറികൾ മാത്രമേ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അതായത് ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, അമരക്കായ അല്ലെങ്കിൽ വെണ്ടക്കായ അങ്ങനത്തെയൊക്കെ പച്ചക്കറികൾ അതിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം വലിയ വലിയ പച്ചക്കറികളാവുമ്പോൾ അത് ബീട്രൂട്ടൊക്കെ കുറച്ചും കൂടി വലുപ്പമുണ്ടല്ലോ, ഈ ബോക്സിൽ കൊള്ളുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ പല മോഡൽ ബോക്സുകൾ വരുന്നുണ്ട്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ളത് വരുന്നുണ്ട്, പിന്നെ തീരെ ചെറുതും വരുന്നുണ്ട്. പക്ഷേ അതിലും വിട്ടിട്ടുള്ള വലിയ അളവുണ്ടായാലാണ് വലിയ പച്ചക്കറികൾ കേടുകൂടാതെ ബോക്സിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ്. ഒരു 6-7 പാക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ നല്ലതായിട്ട് കുറവിന് പല ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി നന്നായിട്ട് കേടുകൂടാതെ ഈ ഒരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ എല്ലാ കറികളൊന്നും കഴിക്കില്ല. പ്രത്യേകിച്ച് ചില കുട്ടികൾ സവാളയും തക്കാളിയൊക്കെ കാണുമ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ വരുമ്പോൾ ഫുഡ് വെറുതെ വേസ്റ്റാക്കി കളയണം. മാത്രമല്ല അവർ ആ ന്യൂട്രീഷ്യൻസ് അയാൾ ആ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതാവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ സവാളയും തക്കാളിയൊക്കെ ഒന്നുകിൽ ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഗ്രേവി ആക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു സവാളയും തക്കാളിയും നന്നായി ഒന്ന് അരച്ചെടുക്കുക. ആ വെള്ളം മാറ്റി വെച്ച് നമ്മളവിടെ വെക്കുക കേട്ടോ. കാരണം കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വറ്റൽമുളക്, വേപ്പില, ചുവന്നുള്ളി ഒന്ന് ചേർത്ത് മൊരിയിച്ചെടുത്തു. അതിനുശേഷം മുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാളയുടെയും തക്കാളിയുടെയും ആ ഒരു ഗ്രേവി ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും തക്കാളിയും വേവിച്ച വെള്ളം, കാരണം അത് അതിലുണ്ടല്ലോ അതിൻ്റെ ന്യൂട്രീഷനൊക്കെ അത് പോവാതിരിക്കാൻ അതും കൂടി ചേർത്താൽ കറി അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇനി കോഴിമുട്ട പുഴുങ്ങിയത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറി സെർവ് ചെയ്യാവുന്നതാണ്. മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾ ആ സവാളയൊന്നും കളയാതെ ആ ഗ്രേവിയോട് കൂടി ആ കറികൾ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ട്, നമുക്ക് അധികമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ വേഗം ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് എപ്പോഴും എല്ലാ ഐറ്റംസും, അതായത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പാത്രങ്ങൾ നമുക്ക് 2 എണ്ണം കരുതാവുന്ന നല്ലതാണ്. ഇപ്പോൾ 2 അപ്പച്ചട്ടി, അതുപോലെ തന്നെ 2 പുട്ടുകുടം നമുക്ക് കയ്യിൽ കരുതാം. ഇങ്ങനെ 2 എണ്ണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രമാണെങ്കിൽ അതിൽ 20 എണ്ണം ഇഡ്ഡലി ഉണ്ടാക്കുന്ന മോഡൽ വലിയ പാത്രം വരുന്നുണ്ട്, അത് വാങ്ങുക. അതുപോലെ തന്നെ ദോശക്കല്ലിനാണെങ്കിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ വലിയത് നോക്കിയിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എണ്ണം കൂടുതൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒറ്റ ഒരു ട്രിപ്പിന് നമുക്ക് ആ നിൽക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ സമയം സേവ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസ പോയാലും നമുക്ക് സമയം അതുപോലെ ലാഭിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആ നിന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടുന്ന ഒരു ബുദ്ധിമുട്ട് ഇല്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വെള്ളയപ്പവും എക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ കഴിഞ്ഞു. കാരണം നമ്മൾ 2 ചട്ടിയിൽ വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും നമ്മൾ വീട്ടിലെ തിരക്കുകളും ജോലിയിലെ തിരക്കുകളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, നമ്മളെക്കുറിച്ച് തന്നെയാണല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തിൽ ഒരുപാട് ക്രാഫ്റ്റുകളും ഹോബീസും ഒക്കെ ചിലപ്പോൾ ചെയ്തിരുന്നവരാവാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പലപ്പോഴും അതിന് വേണ്ടിയിട്ടൊന്നും നേരില്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെ നേരില്ലാത്ത പോലെയാണ്. നമ്മൾ അത്രയും ബിസിയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ക്രാഫ്റ്റുകൾ, അതുപോലെ എംബ്രോയിഡറി ചെയ്യുക, ടൈലറിങ് കുറച്ചീശ ചെയ്യുക, എല്ലാം കുറച്ചീശ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് ചെയ്യാം. അപ്പോൾ ഈ കാണിക്കുന്നത് ഒരു എംബ്രോയിഡറി കിറ്റാണ്. അപ്പോൾ നമുക്കതിൽ എംബ്രോയിഡറി ചെയ്യാനുള്ള പിക്ചറും അതുപോലെ തന്നെ നൂലുകൾ, റിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ വാങ്ങാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 1-2 ഐറ്റം മാത്രം മതിയെങ്കിൽ അങ്ങനെ വാങ്ങാം. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് ഒരിത്തിരി പണം നമ്മൾ ചിലവാക്കിയാൽ പോലും അതിൽ നമ്മളൊരു നഷ്ടമായിട്ട് കരുതാതെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് നമ്മളത് കരുതുക. അവധി ദിവസങ്ങളിൽ നമ്മൾ തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഒരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ എംബ്രോയിഡറിയോ പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ എന്തോ ആയാലും ചെറുതായിട്ട് ബേസിക് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാര്യം പഠിക്കുന്ന പോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് ആ ഒരു പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരാൻ തുടങ്ങിയും ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരാനായിട്ട് തുടങ്ങും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ടും കൂടി നോക്കിയാലാണ് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് പ്രൊഡക്ട്സും അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.